യുവജനതാദൾ എസിൻ്റെ നേതൃത്വത്തിൽ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ കിറ്റ് ഇന്ത്യ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ് നിർവഹിച്ചു. അടിയറവില്ലാത്ത ആവേശം, വർഗീയതയ്ക്കെതിരായ ഗാന്ധി മാർഗം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഗാന്ധി സ്ക്വയറിൽ രാവിലെ 10 മണിക്ക് യുവജനതാദളിൻ്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനമൊട്ടാകെ നടത്തുന്ന പരിപാടികളുടെ ഭാഗമായാണ് കോട്ടയത്തും ചടങ്ങ് നടത്തിയത്. കിറ്റ് ഇന്ത്യ അനുസ്മരണം സംഘടിപ്പിക്കുവാൻ ഏറ്റവും യോഗ്യതയുള്ളവരാണ് രാജ്യത്തെ സോഷ്യലിസ്റ്റുകളെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് മഹേഷ് പറഞ്ഞു. 9-ാം തീയതി കാലത്ത് തന്നെ ഗാന്ധിജിയുടെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്താ പ്രഖ്യാപനം? ഒന്നില്ലെങ്കിൽ പോരാടുക, അല്ലെങ്കിൽ മരിക്കുക. ഒരു ഘട്ടത്തിൽ സ്വതന്ത്ര സമരം എല്ലാം അവസാനിച്ചു എന്നൊരു ഘട്ടത്തിൽ ഇനി ഇന്ത്യക്ക് പ്രതീക്ഷയില്ല എന്ന് തുടങ്ങുന്ന ആ ഘട്ടത്തിൽ നിന്നാണ് ആ ഒരു പ്രഖ്യാപനം വരുന്നത്. ഒരു വൈദ്യുതി പ്രവാഹത്തിനേക്കാളും വേഗതയിൽ ഈ ആശയം രാജ്യത്ത് വലിയ രീതിയിൽ പടർന്നു. അങ്ങനെ ഒരു സമരത്തിന്റെ തീവ്രത ആ പ്രഖ്യാപനത്തിൽ ആ ഒരു വാക്കിൽ തന്നെ ആ സമരത്തിന്റെ തീവ്രത വർദ്ധിച്ചു വന്നു. അതാണ് ഈ ക്വിറ്റ് ഇന്ത്യ ദിനാചരണത്തിന്റെ ഒരു ഘട്ടം. അതിനുശേഷം 9-ാം തീയതി തന്നെ തണ്ടർ ബോൾട്ട് എന്ന് പേരിട്ട് വലിയ രീതിയിൽ ഈ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും, പ്രധാന നേതാക്കന്മാരെ എല്ലാ ആളുകളെയും അറസ്റ്റ് ചെയ്ത് പോകുമ്പോഴും ഈ സമരം അവസാനിക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ഘട്ടത്തിൽ വിശ്വസിച്ചപ്പോഴാണ് ആ സമരത്തിന് വീണ്ടും പഴയ ശക്തിയെക്കാളും ഊർജമായി വലിയ ശക്തിയുള്ള ഒരു സംഘടനയായി ഈ അന്നത്തെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ നിയന്ത്രിച്ചത് ഈ നാട്ടിലെ സോഷ്യലിസ്റ്റുകാരാണ്. ജില്ലാ പ്രസിഡന്റ് എസ് വിപിൻ അധ്യക്ഷനായി. ജനതാദൾ ജില്ലാ സെക്രട്ടറി രാജീവ് നെല്ലിക്കുന്നിൽ കിറ്റ് ഇന്ത്യ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. മഹാത്മജി ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞെങ്കിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അടിയറവയ്ക്കുന്ന ഭരണാധികാരികളോട് കിറ്റ് ഇന്ത്യ എന്ന് പറയേണ്ട കാലം അതിക്രമിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് മഹാത്മാഗാന്ധി ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇത് 2024 ക്വിറ്റ് നരേന്ദ്രമോദി എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ന് എല്ലാ സ്വാതന്ത്ര്യമെന്ന് ഇന്ത്യയുടെ ഭരണഘടനയും അതോടൊപ്പം തന്നെ ഭരണഘടനാ തത്വങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സർവസ്വമെന്ന് വിദേശ കുത്തുകൾക്ക് അടിയറ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. നമുക്കടി നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പുണ്ടായ വലിയ ഇന്ത്യ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് സംഭവിച്ചിട്ടുള്ളത്. വയനാട്ടിൽ ഏതാണ്ട് 400-ലധികം ആളുകളാണ് മരിച്ചു വീണത്. ഇനിയും ഏതാണ്ട് 172ഓളം ആളുകളെ ഇന്ന് കണ്ടെത്തുവാനുണ്ട്. ഇന്ന് കേരളത്തിലെ ഈ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് പകരം അവിടെ ഒക്കെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് കേരളം പോലുള്ള BJPക്ക് സ്വാധീനമില്ലാത്ത, BJPക്ക് MLA-മാരില്ലാത്ത സംസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനമാണിന്ന് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് സോഷ്യലിസ്റ്റുകൾ ചെയ്തിട്ടുള്ള സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയുമോ? ഇവിടെ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ക്വിറ്റ് ഇന്ത്യ ദിനാചരണത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഇന്ന് നമ്മുടെ നെഹ്റുവും അതോടൊപ്പം തന്നെ അച്യുത് പട്വർദ്ധൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ള ആളുകൾ ഇന്ന് ധീരമായിട്ടുള്ള വലിയ പോരാട്ടമാണ് ക്വിറ്റ് ഇന്ത്യ ദിനാചരണത്തിലൂടെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ പക്കൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനതാദൾ ജില്ലാ പ്രസിഡന്റ് MD കുര്യൻ, സജീവ് കറുകയിൽ, പ്രമോദ് കുര്യാക്കോസ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.